നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഒക്ടോബർ 4 ശനി 2025 വാർത്തകളിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ചില ഉപാധികൾ അംഗീകരിച്ച് ഹമാസ്. ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. ബന്ദികളെ പൂർണ്ണമായി കൈമാറാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചു. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റ് ഉപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നും അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കുള്ളിൽ ഹമാസ് ഇസ്രായേലുമായുള്ള സമാധാന കരാറിൽ എത്തിച്ചേരണമെന്നും അല്ലാത്തപക്ഷം ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം. വാർത്തകൾ വിശദമായി. ഗാസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോക്രാറ്റുകളുടെ പാലസ്തീൻ സമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കിയെന്ന് റിപ്പോർട്ടുകൾ. അതേസമയം ഹമാസിനെ നിരായുധീകരിക്കണമെന്ന സമാധാന പദ്ധതിയുടെ നിർദ്ദേശത്തെക്കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടില്ല. അടിയന്തര വെടിനിർത്തൽ, ബന്ദി തടവുകാരുടെ പൂർണ്ണമായ കൈമാറ്റം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം, ഹമാസിന്റെ നിരായുധീകരണം, അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക തുടങ്ങിയവയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ. ഗാസ സമാധാന പദ്ധതി ഭാഗികമായി അംഗീകരിച്ച ഹമാസിന്റെ നടപടിയിൽ പ്രതികരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറായെന്നാണ് കരുതലെന്നും ഗാസയുടെ ബോംബാക്രമണം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചു. ഗാസ സംഘർഷത്തിൽ ശാശ്വത സമാധാനം കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്നും എന്നാൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സുപ്രധാന വെളിപ്പെടുത്തലുമായി വിജയമല്യ നിയോഗിച്ച വിദഗ്ധൻ സെന്തിൽ നാഥൻ. 1990 തന്നെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നുവെന്ന് സെന്തിൽ നാഥൻ പറഞ്ഞു. 5 കിലോഗ്രാമോളം സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്ന് സെന്തിൽനാഥൻ വെളിപ്പെടുത്തി. ഉയർന്ന ഗുണനിലവാരമുള്ള 24 ക്യാരറ്റ് സ്വർണ്ണമാണ് ഉപയോഗിച്ചതെന്നും പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി മോഷ്ടിക്കാൻ അവസരമൊരുക്കിയ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും അനാസ്ഥയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തി കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളും അതിൽ പങ്കുചേരുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കള്ളൻ കപ്പൽ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയ സണ്ണി ജോസഫ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെടേണ്ട സാഹചര്യം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നടന്ന് മറ്റൊരു രൂപത്തിലുള്ള സ്വർണ്ണക്കടത്താണെന്നും ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്നും AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മുഖ്യമന്ത്രി വായി തുറന്നേ മതിയാകുമെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ശബരിമലയിലെ ദ്വാരപാലകരുടെ വാതിലുകൾ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ രൂക്ഷ വിമർശനമായി BJP നേതാവ് V. ഗോപാലകൃഷ്ണൻ. ശബരിമലയിൽ നടക്കുന്നത് സർക്കാർ പിന്തുണയോടുള്ള കൊള്ളയാണെന്നും ഇതിന് പിന്നിൽ ദേവസ്വം മന്ത്രിയും ബോർഡ് അംഗങ്ങളും ഉൾപ്പെട്ട സംഘമാണെന്നും അദ്ദേഹം ആരോപിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെതിരെ വിമർശനമായ മുതിർന്ന CPM നേതാവ് G. സുധാകരൻ. ദൈവത്തിന് പണം മോഷ്ടിക്കാൻ മടിയില്ലാത്ത ആൾക്ക് ദേവസ്വം ബോർഡിലേക്ക് വരുന്നുണ്ടെന്നും രാഷ്ട്രീയ പ്രതികളെന്ന പേരിലാണ് കടന്നുവരുന്നതെന്നും G. സുധാകരൻ ആരോപിച്ചു. സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് വിശ്വാസമുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നും G. സുധാകരൻ ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ആരെയും സംരക്ഷിക്കാനോ ആർക്കെങ്കിലും സംരക്ഷണം ഒരുക്കാനോ CPM ഇല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. വിവാദം ഒന്നൊഴിയാതെ ഫലപ്രദമായി ANC അന്വേഷിക്കണം. കൃത്യമായ അന്വേഷണമാണ് വേണ്ടത്. അതിന് കാലം പ്രശ്നമല്ല. സർക്കാരിന് ഒരു ചില്ലിക്കാശിന്റെ ആവശ്യമില്ലെന്നും ഹൈക്കോടതി അംഗീകരിക്കുന്ന എന്ത് അന്വേഷണത്തിനും തയ്യാറാണെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഉയർത്തുന്ന ആശങ്ക രമ്യമായി പരിഹരിക്കുമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് K മാണി MP. വിഷയത്തിൽ സർക്കാർ ക്രൈസ്തവ മാനേജ്മെന്റുകളും തമ്മിൽ ചർച്ച ആവശ്യമെങ്കിൽ കേരള കോൺഗ്രസ് അതിന് മുൻകൈ എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലക്കാട് ജില്ലാ ആശുപത്രി ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റിയ പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ചുമതലപ്പെടുത്തിയ സംഘത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. ജില്ലാ ആശുപത്രി ശാസ്ത്രീയവും ഉചിതമായ ചികിത്സ നൽകിയെന്നും കുട്ടിക്കുണ്ടായത് ധമനികളിൽ രക്തം കട്ടപിടിക്കുകയോ മാസ് എഫക്റ്റ് ഉണ്ടായതോ ആണ് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വീഴ്ച സംഭവിച്ചതായോ മറ്റ് നടപടികളുണ്ടാകുമോ എന്നതിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ല. ആശുപത്രിയിൽ നിന്ന് നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയെന്നും ആശുപത്രി സൂപ്രണ്ടും പറയുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് 4:30 ബാംഗ്ലൂരിലായിരുന്നു അന്ത്യം. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പ്രതിഭയാണ് TJS ജോർജ്. മാധ്യമപ്രവർത്തകൻ, സാഹിത്യകാരൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ സംസ്ഥാന സർക്കാർ ആദരിക്കുന്ന ചടങ്ങിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടിരിക്കുന്ന ചടങ്ങ് ഇന്ന് വൈകുന്നേരം 5-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി മോഹൻലാലിനെ ആദരിക്കും. ഈ വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റായ ശക്തി അറബിക്കടൽ പ്രവേശിച്ചോടെ സംസ്ഥാനത്ത് ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അടുത്ത 3 ദിവസം കേരളത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ കരൂരിലേക്ക് പോകാൻ
TVK അധ്യക്ഷൻ വിജയ് കരൂരിലേക്ക് ഉടൻ പോകുമെന്നും പാർട്ടി നേതാക്കളെ അറിയിച്ചതാണ് വിവരം. കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം പാർട്ടി നൽകി. പാർട്ടി പ്രവർത്തനങ്ങൾ 20 അംഗ സംഘത്തെയാണ് വിജയ് നിയോഗിച്ചിരിക്കുന്നത്. ബിസി ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉള്ളിൽ ആയതിനാൽ ആണ് പുതിയ സംഘത്തെ സജ്ജമാക്കിയിരിക്കുന്നത്. കരൂർ ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന് മദ്രാസ് ഹൈക്കോടതി. സംഭവത്തിൽ TVK നേതാവും നടനുമായ വിജയ്ക്കെതിരെ കോടതി രൂക്ഷ വിമർശനവും നടത്തി. തന്നെ കാണാനായി തടിച്ചുകൂടിയ നിരപരാധികളായ ജനങ്ങളെ ഉപേക്ഷിച്ച് വിജയ് അപ്രത്യക്ഷനായതെന്നും നടനും രാഷ്ട്രീയക്കാരനുമായ വിജയുടെ മാനസികാവസ്ഥയെ പ്രതിഫലിക്കുന്നതാണ് ഇതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തമിഴ്നാട് പോലീസിനെ കുഴക്കി വ്യാജ ബോംബ് ഭീഷണികൾ. ഒരാഴ്ചക്കിടം മാത്രം 35ഓളം വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ഭീഷണി സന്ദേശങ്ങൾ കിട്ടിയതിന് പിന്നാലെ വിശദമായ പരിശോധന നടത്തി ഇവയെല്ലാം വ്യാജമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ വ്യാജ സന്ദേശത്തിന് പിന്നിലുള്ളവരെ ഇതുവരെ കണ്ടെത്താനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഛത്തീസ്ഗഡിൽ 103 മാവോയിസ്റ്റുകൾ കീഴടങ്ങി. സർക്കാർ തലയ്ക്ക് വിലയിട്ട 40 പേരുൾപ്പെടെ ബീജാപ്പൂരിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. ഇതിൽ 21 പേർ സ്ത്രീകളാണ്. CPI മാവോയിസ്റ്റിന്റെ ദണ്ഡകാര്യ മേഖലാ ചുമതലയുള്ളവരും വിവിധ പോഷക സംഘടനകളുടെ ചുമതലയുള്ള നേതാക്കളും കീഴടങ്ങിയിൽ ഉൾപ്പെട്ടെന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറിയിക്കുന്നു. യുവജന വികസനത്തിന് നാഴികക്കല്ലാതെ 62,000 കോടിയിലധികം രൂപയുടെ വിവിധ യുവജന കേന്ദ്രീകൃത പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണിക്ക് ദില്ലിയിലെ വിജ്ഞാൻ ഭവനിലാവും പ്രധാനമന്ത്രി ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക. ദേശീയ നൈപുണ്യ സമ്മേളനത്തിന്റെ 4ാമത് പതിപ്പായ കൗശൽ ദിഷൻ സമാരോഹ്യം പരിപാടിയിൽ ഉൾപ്പെടും. പ്രശസ്ത ഗായകൻ സുബിൻ ഗാർഗിന്റെ മരണത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ച് അറസ്റ്റിലായ പരിപാടിയുടെ സംഘാടകൻ ശ്യാം കനു മഹന്ത കേസന്വേഷണം അസം പോലീസിൽ നിന്ന് CBIക്കോ NIAക്കോ വിടണമെന്ന് മഹന്ത ആവശ്യപ്പെട്ടു. കൂടാതെ സുബിൻ ഗാർഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയെ നിയമിക്കണമെന്നും ശ്യാം കാനു ഹർജിയിൽ ആവശ്യപ്പെട്ടു. താൻ മാധ്യമവിചാരണയ്ക്ക് ഇരയാകുന്നുവെന്നും മാധ്യമവാർത്തകൾ അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും മഹന്ത കോടതിയിൽ പറഞ്ഞു. JNU ഹൈദരാബാദ് സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ RSന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ശാഖകൾ സംഘടിപ്പിച്ചതിരെ SFI കേന്ദ്ര കമ്മിറ്റി. പൊതു സർവകലാശാല വർഗീയ പരിപാടികൾ അംഗീകരിക്കാനാകില്ലെന്ന് SFI വ്യക്തമാക്കി. കിഡ്നി തകരാറ് മൂലം മധ്യപ്രദേശിലും രാജസ്ഥാനിലും 11 കുട്ടികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി സംസ്ഥാന ആരോഗ്യ വകുപ്പുകൾ. കുട്ടികളുടെ മരണകാരണം ചുമയ്ക്ക് നൽകിയ കഫ് സിറപ്പാണെന്ന ആരോപണത്തിലാണ് പരിശോധന നടക്കുന്നത്. കഫ് സിറപ്പുകളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. എന്നാൽ രാജസ്ഥാനിലെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നൽകുന്ന കഫ് സിറപ്പ് അല്ല കുട്ടികളുടെ മരണത്തിനിടയാക്കിയതെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും പ്രതികരണവുമായി വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണ് ഇന്ന് കേന്ദ്ര വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 10 യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ്. പാകിസ്ഥാൻ നിർമ്മിത ഗ്രനേഡുമായി പഞ്ചാബ് സ്വദേശി പിടിയിൽ. തരൺ സ്വദേശി രവീന്ദർ സിംഗിനെയാണ് അമൃത്സർ പോലീസ് പിടികൂടിയത്. പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്ത്. ബീക്കാനറിലെ സൈനികരെ അഭിസംബോധന ചെയ്ത് ജനറൽ ദ്വിവേദി ഭീകരതയെ സഹായിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ കാട്ടിയ സമീപനം അടുത്ത തവണ ആവർത്തിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാൻ ഭീകരതയെ സഹായിക്കുന്നത് ഉടൻ അവസാനിപ്പിക്കണമെന്നും ജനറൽ ദ്വിവേദി ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഭൂപടം തന്നെ മാറ്റേണ്ടി വരുമെന്നും താക്കീതും കരസേനാ മേധാവി നൽകി. അമേരിക്കൻ സർക്കാർ ഷട്ട്ഡൗൺ 3ാം ദിവസം പിന്നിടുമ്പോൾ പരിഹാരത്തിനായി തിരക്കിട്ട ശ്രമം. ധന അനുമതി ബില്ല് പാസാക്കാൻ സെനറ്റിൽ ഇന്ന് വീണ്ടും ശ്രമം നടക്കും. ഷട്ട്ഡൗൺ 4ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോൾ അമേരിക്കയിലെ വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ്. ദേശീയ സുരക്ഷ ആരോഗ്യ പദ്ധതികളും തടസ്സപ്പെടുത്തുന്ന നിലയെത്തിയോടെയാണ് സമവായത്തിനായി തീവ്ര ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ധന അനുമതി ബില്ലിൽ ഇന്ന് വീണ്ടും വോട്ടെടുപ്പ് നടക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.